നാളെ ചൊവ്വാഴ്ചയാണ്. 2026 വർഷം മുരുക ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് തുടർച്ചയായി എല്ലാ ചൊവ്വാഴ്ചകളിലും വ്രതമെടുത്ത് വെറ്റില ദീപം കൊളുത്തി നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഈ വർഷം തീരുന്നതിന് മുൻപ് ഭഗവാൻ നിങ്ങൾക്കത് സാധിച്ചു തരും. ചൊവ്വാഴ്ച വ്രതമെടുക്കേണ്ടുന്ന രീതി: ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു നേരം അരിയാഹാരം കഴിച്ച് 2 നേരവും കുളിച്ച് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ എന്താണോ ഉള്ളത്, ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഒരു ദീപം, നെയ്ദീപം കൊളുത്തി വെച്ച് അത് ഭഗവാൻ മുരുകനാണെന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ടാവും. വെറ്റില ദീപം കൊളുത്തണമെന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ 6 വെറ്റിലയെടുത്ത് വൃത്തിയാക്കുക. ആ വെറ്റിലയുടെ തുമ്പത്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടുവെച്ച് വട്ടത്തിൽ നിരത്തി അതിന് നടുക്കായിട്ട് നെയ്യൊഴിച്ചൊരു ദീപം കൊളുത്തുക. വെറ്റിലയുടെ കാമ്പ് നുള്ളി ആ 6 കാമ്പും നമ്മൾ ആ നെയ് ദീപത്തിന് അകത്തിടണം. ദീപത്തിൻ്റെ ജ്വാല കിഴക്കോട്ടോ വടക്കോട്ടോ ഭഗവാനോ നോക്കിയോ നമുക്ക് കൊളുത്താവുന്നതാണ്. അതിന് ശേഷം അതിനു മുൻപിലിരുന്ന് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് തുടങ്ങാവുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോൺ വെജ് ഒഴിവാക്കണം. ഏതെങ്കിലും ഒരു നേരം അരിയാഹാരം കഴിച്ചിട്ട് ബാക്കിയുള്ള 2 നേരവും നിങ്ങൾക്ക് ഫ്രൂട്ട്സോ മറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ്. വെറ്റില ദീപം കൊളുത്താൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോരയാണ്. രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9. ഇതിൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് ഭഗവാന് വെറ്റില ദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ആ സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, വെറ്റില ദീപം കൊളുത്തി ഷഷ്ടി കവചം, വേൽമാറൽ, അങ്ങനെയുള്ള ഭഗവാന്റെ വലിയ വലിയ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊല്ലാം. ഇതൊന്നും അറിയില്ലെങ്കിൽ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിച്ചാൽ മതിയാവും. തീർച്ചയായും 6 ചൊവ്വാഴ്ച കൊണ്ട് തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വെറ്റില ദീപം എങ്ങനെ കൊളുത്തണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണാവുന്നതാണ്.